നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ നമ്മൾ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും നമുക്ക് വരേണ്ട കോളുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ കൈവശം രണ്ട് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിലും ഇനി ഒരു മൊബൈൽ ഫോണേ ഉള്ളെങ്കിലും നമുക്ക് വരേണ്ട എല്ലാ കോളുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ സഹായിക്കുന്നതാണ്. രണ്ട് മൊബൈൽ ഫോൺ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും അതിന്റെ സിം ഒന്നും മാറ്റിയിടേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ മൊബൈൽ ഫോണിലേക്ക് വരേണ്ട എല്ലാ കോളുകളും നിങ്ങളുടെ രണ്ടാമത്തെ മൊബൈൽ ഫോണിലേക്ക് വരും. ഇനി നിങ്ങളുടെ കൈവശം ഒരു മൊബൈൽ ഫോണേ ഉള്ളൂ, അത് റേഞ്ച് ഇല്ലാത്തിടത്താണ് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ അങ്ങനെ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നമുക്ക് വരേണ്ട എല്ലാ കോളുകളും അവരുടെ മൊബൈൽ ഫോണിലേക്ക് വരുത്തിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ആയിട്ടുള്ള സീക്രട്ട് കോഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കോഡ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ ഡീആക്ടിവേറ്റ് ചെയ്യാം, അതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാം. ഏത് ഫോണിലെ കോളാണ് മറ്റൊരു നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്, ആ ഫോണിന്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. ശേഷം ***62* എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണ് നിങ്ങളുടെ കോൾ ഫോർവേഡ് ചെയ്യേണ്ടത് ആ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ കൈവശമുള്ള രണ്ടാമത്തെ ഫോണിലേക്കാണെങ്കിൽ അതിൻ്റെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് വിശ്വസ്തരായ ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ ഫോണിലേക്കാണ് നിങ്ങളുടെ കോൾ ഫോർവേഡ് ചെയ്യേണ്ടതെങ്കിൽ അവരുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക. ഏറ്റവും അവസാനം # ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക. അപ്പോൾ കോൾ ഫോർവേഡിംഗ് രജിസ്ട്രേഷൻ വാസ് സക്സസ്ഫുൾ എന്ന നോട്ടിഫിക്കേഷൻ ഇതുപോലെ വരും. ഇതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എത്തുകയോ ചെയ്താൽ നിങ്ങൾ കൊടുത്ത രണ്ടാമത്തെ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് വരേണ്ട എല്ലാ കോളുകളും വരിക. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓൺ ആയിട്ടാണ്, അതുപോലെ തന്നെ റേഞ്ചിലിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഫോണിൽ തന്നെ കോൾ വരും. ഔട്ട് ഓഫ് റീച്ചബിൾ ആവുകയോ സ്വിച്ച് ഓഫ് ആവുകയോ ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ ഫോണിലേക്ക് കോൾ പോവുകയുള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും തുടരാം. ഇനി ഏതെങ്കിലും സമയത്ത് ഇത് ഓഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ##002# എന്ന് ടൈപ്പ് ചെയ്ത് കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക. അതോടെ നിലവിൽ ഫോർവേഡിംഗ് ചെയ്തുകൊണ്ടിരുന്ന നടപടി അവസാനിക്കുകയും പിന്നീട് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയാലും ഔട്ട് ഓഫ് റീച്ചബിൾ ആയാലും നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് കോൾ പോകില്ല. പിന്നെ ഇതിൽ പ്രത്യേക കാര്യം ഓർക്കേണ്ടത്, മുൻകൂട്ടി നിങ്ങളിത് സെറ്റ് ചെയ്തിരിക്കണം. അതായത് സ്വിച്ച് ഓഫ് ആകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഫോണിലേക്ക് ഇതുപോലെ കോൾ ഫോർവേഡിംഗ് സജ്ജമാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ ഏത് സിമ്മാണ്, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ആ സിമ്മിന് റേഞ്ച് ഇല്ലെങ്കിൽ ആ പ്രദേശത്ത് റേഞ്ച് ഉള്ളത് ഏത് സുഹൃത്തിനാണ് അല്ലെങ്കിൽ ഏത് ബന്ധുവിനാണ്, ആ ബന്ധുവിൻ്റെ നമ്പർ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ നമ്പറിലേക്ക് ഇതുപോലെ മുൻകൂട്ടി ഫോർവേഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.